ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും നിങ്ങളോടൊക്കെ പറയാറുള്ളത് പോലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയല്ല അല്ലേ? അപ്പോൾ സന്തോഷവും സമാധാനവുമായിട്ട് ജീവിക്കുന്നവരുണ്ടായിരിക്കാം, ഒരുപാട് ദുരിതങ്ങളും ദുരന്തങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കുന്നവരുണ്ടായിരിക്കാം, സാമ്പത്തികമായിട്ട് ഒന്നുമില്ലായ്മയിൽ കൂടെ ജീവിച്ചു പോകുന്നവരുണ്ടായിരിക്കാം അല്ലേ? അപ്പോൾ ജീവിതം പലർക്കും പല രീതിയിലാണ്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോടൊക്കെ എപ്പോഴും പറയാറുള്ളത് പോലെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് അത് നല്ലതായിട്ട് കിട്ടാൻ ഒരു ഭാഗ്യം തന്നെ വേണം. എപ്പോഴും നമ്മുടെ യോഗം വിധി എന്നൊക്കെ പറയുന്നതും അതുപോലെ തന്നെ യോഗത്തിനെ കുറിച്ചും അല്ലെങ്കിൽ വിധിയെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നതും നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളെ കൊണ്ടായിരിക്കാം അല്ലേ? ചിലപ്പോൾ നമ്മൾ പണ്ടുള്ളവർ പറയണേക്കാം വിവാഹം എന്ന് പറയുന്നത് ഒരു പത്തായാണ്. ആ പത്തായത്തിലേക്ക് കടന്നു കയറിയവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വ്യഗ്രതയും അതിലേക്ക് കടന്നു കയറാൻ പറ്റാത്തവർക്ക് അതെന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയാണെന്നുള്ളത് പറയും. ശരിയാണ്. അതുപോലെ തന്നെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരവും കയ്പും ചവർപ്പും എല്ലാം നിറഞ്ഞ ഒന്ന് തന്നെയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഓരോരോ രീതിയിലാണെന്നുണ്ടെങ്കിലും അതെല്ലാം അതാത് സാഹചര്യങ്ങളിലൂടെ ജീവിച്ചു പോകാൻ തന്നെ ഒരു പരിധി വരെയൊക്കെ നമ്മൾ സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും എല്ലാം ശ്രമിക്കും അല്ലേ? പിന്നെ ഇന്നത്തെ കാലഘട്ടത്തേക്കാൾ ഉപരിയായിട്ട് എൻ്റെയൊക്കെ പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തും സഹിച്ചുകൊണ്ട് ജീവിച്ച് പോകാനായിട്ട് ശ്രമിക്കുന്നവരും അല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട് അല്ലേ? അപ്പോൾ ചിലപ്പോൾ ചിലവർ ചോദിക്കാം, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കണോ? എന്തിനാ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? അവനവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൂടെയെന്ന്. പക്ഷേ തൻ്റെ പെൺമക്കളുടെ വിവാഹങ്ങൾ നടത്തി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മക്കൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏതൊരു അച്ഛനും അമ്മയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളൊക്കെ ആണെങ്കിലും ഉണ്ടാവുക അല്ലേ? പക്ഷേ ആ ജീവിതത്തിൽ ദുരിതങ്ങളും ദുരന്തങ്ങളും ഒരുപാട് അനുഭവിക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് തൻ്റെ മക്കളെ അല്ലെങ്കിൽ തൻ്റെ മകളെ തൻ്റെ വീട്ടിലേക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ചില മാതാപിതാക്കൾ തയ്യാറാകാത്ത പക്ഷം എത്രയോ പേരുടെ ജീവിതങ്ങൾ നമ്മൾ ആത്മഹത്യ മൂലം നഷ്ടപ്പെട്ടു പോകുന്നതും അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അനാഥമായിക്കൊണ്ടിരിക്കുന്നതും എല്ലാം നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അപ്പം നമ്മുടെ ചുറ്റുവട്ടങ്ങളിലായിക്കോട്ടെ നമ്മുടെ സമൂഹത്തിലായിക്കോട്ടെ പല വാർത്തകളും നമ്മൾ കാണുന്നുണ്ട്. പല രീതിയിലുള്ള പ്രശ്നങ്ങളും നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ ആരുടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയവർക്ക് ആ വിഷമങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നവരോടെ അത് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലാത്തവരോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തൊക്കെ ആയിക്കോട്ടെ, എത്രമാത്രം ഒരു സ്ത്രീ എന്തൊക്കെ ദുരിതങ്ങളിലൂടെ കടന്നു പോയാലും എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചാലും തനിക്ക് കഴിയാതെ വരുമ്പോഴാണ് തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ആ ഭർത്തൃ വീടിനെ ഉപേക്ഷിച്ച് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ആ മക്കളെയും കൊണ്ടിട്ട് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുക അല്ലേ? അപ്പോൾ തീരുമാനം നമ്മുടെ വീട്ടിൽ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ല. നമ്മുടെ വീട്ടുകാർ അച്ഛനും അമ്മയും നീ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ച് നിൽക്ക്, ഇതിങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്, ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ എവിടെയും പോകാനൊരു വഴിയില്ലാതെ അവസാനം ആകെ ഒരു കാണുന്നൊരു വഴി ആത്മഹത്യ മാത്രമായിരിക്കും അല്ലേ? അങ്ങനെ എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആ കുഞ്ഞു മക്കളെ ഇട്ടിട്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ആ കുഞ്ഞു മക്കളെ കൂടെ കൂട്ടിയിട്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞു നമ്മുടെ വീട്ടുകാർ നമുക്ക് സപ്പോർട്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വീട്ടുകാർ സപ്പോർട്ടില്ല, വീട്ടിൽ വന്നാലും ദുരിതം തന്നെയാണെങ്കിൽ പോലും ചിലപ്പോൾ ജീവിതം കളയാൻ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ഭയമുള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ മക്കളെ ഇട്ടിട്ട് പോകാൻ മാനസികമായ വിഷമം അല്ലെങ്കിൽ തൻ്റെ മക്കളുടെ ഗതി എന്താകും എന്ന ചിന്ത, ആ ഒരു ചിന്ത കൊണ്ട് മരിക്കാൻ എന്തൊക്കെ പ്രേരണ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പിടിച്ചു നിന്ന് ജീവിച്ച് പൊരുതി നേടാമെന്ന് വിചാരിച്ച് തൻ്റെ മക്കളെയും കൊണ്ട് തൻ്റെ കുടുംബത്തിൽ വന്ന് ജീവിക്കുന്നവരും ഉണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവർ ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് തൻ്റെയും തൻ്റെ മക്കളുടെയും കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ആശ്രയിക്കേണ്ട എന്ന രീതിയിൽ ജീവിച്ചു പോകുമ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഒരു ഡൈവോഴ്സായി വന്ന് നിൽക്കുന്ന ഒരു സ്ത്രീ. അപ്പോൾ പല രീതിയിലും ആൾക്കാരുണ്ടാവും, നല്ല സ്ത്രീകളുണ്ടാവും, ചീത്ത സ്ത്രീകളുണ്ടാവും, ഇല്ല ഞാൻ പറയണില്ല. പക്ഷേ ജീവിതത്തിലെ അത്രയും ഗതികെട്ട അവസരത്തിൽ നിന്നും തങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പോലും സമാധാനം ഇല്ലെങ്കിൽ പോലും ജീവിച്ചു പോകുന്നത് മക്കളെ ആലോചിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ മക്കളെ ആലോചിച്ച് ജീവിച്ചു പോകുന്ന ഡൈവേഴ്സായ ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ ഒരുപാടുണ്ട്. സാമ്പത്തികം ഒരു വിഷയമല്ലാത്ത വീടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത്ര ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിഞ്ഞോളണമെന്നില്ല. കാരണം നമ്മൾ കഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ഒരു ജോലിക്കായിട്ടോ പുറത്ത് പോകണമെന്നില്ല. വീട്ടിലെല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് കൂടുതലായിട്ട് അറിഞ്ഞോളണമെന്നില്ല. അല്ലാത്തൊരു സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കൾ
ബന്ധുക്കളിൽ നിന്ന് പോലും അനുഭവിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്ത്രീ, ഡൈവേഴ്സായ ഒരു സ്ത്രീ ജോലിക്ക് പോവുകയാണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾക്ക്, ഒരു പരിപാടികൾക്ക് പോവുകയാണ്, ഒരു കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷങ്ങൾക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയും, മറ്റുള്ളവരെ തന്നെ 2 കണ്ണുകൊണ്ട് നോക്കുന്നത് ഡൈവേഴ്സായ സ്ത്രീ പോകുമ്പോൾ 4 കണ്ണുകൊണ്ടാണ് നോക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയേണ്ടത് എന്താ പ്രശ്നം, അവനാണോ പ്രശ്നം, അവൻ്റെ വീട്ടുകാരാണോ പ്രശ്നം, എന്താ കാര്യം, ശരിക്കും എന്താ സംഭവിച്ചത്, എന്താ അങ്ങനെ ഉണ്ടായത്, കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെ തന്നെയാണോ, അതോ ഇപ്പോൾ കുട്ടികളായതിന് ശേഷമാണോ ഇങ്ങനെ, എന്താണ് ശരിക്ക്, വേറെ വല്ല ബന്ധമുണ്ടോ, അല്ലെങ്കിൽ കുടിക്കുമോ വലിക്കുമോ, ഇതൊക്കെ തന്നെ അന്വേഷിക്കും അല്ലേ. ഒരു പക്ഷേ നമ്മുടെ വീട്ടുകാരേക്കാൾ ഉപരി, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ സഹോദരങ്ങളെക്കാൾ ഉപരി, നമ്മുടെ വിഷമങ്ങളെക്കാൾ ഉപരി ഈ പറയുന്ന നാട്ടുകാർക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്കായിരിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് ഇതെല്ലാം മറക്കണം എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം ഈ പെൺകുട്ടി ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വിളിക്കുമ്പോൾ പോകാനായിട്ട്, അല്ലെങ്കിൽ മനസ്സുണ്ടായിട്ടാവില്ല, എന്നാലും ഒന്ന് പോകാം എന്ന രീതിയിൽ പുറപ്പെട്ടു പോകുമ്പോൾ ഈ രീതിയിലൊക്കെ സംസാരിച്ച് എല്ലാവരും ആ കുട്ടിയോട് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പിന്നെ ആ കുട്ടി അങ്ങനെയുള്ള പരിപാടികൾക്ക് പോകാനായിട്ട് ശ്രമിക്കില്ല. എന്തൊക്കെ ആയാലും എങ്ങനെയൊക്കെ ആയാലും വേണ്ട, അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല, അങ്ങനെ പറഞ്ഞു നിൽക്കും അല്ലേ. അപ്പോൾ ജീവിതം മുരടിച്ച് പോകുന്നൊരവസ്ഥയാണ് അവിടെ. അതുപോലെ തന്നെ ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിയിൽ ആരെയൊക്കെ കാണുന്നുണ്ട്, പോകുന്ന വഴിയിൽ ആരോടൊക്കെ മിണ്ടുണ്ട്, പോകുന്ന വാഹനം ഏതാണ്, ഒരേ വാഹനത്തിലാണ് എല്ലാ ദിവസവും പോകുന്നത്. അപ്പോൾ അങ്ങനെ കഥകളുണ്ടാക്കും. അപ്പോൾ അതുപോലെ തന്നെ വെറുതെ ആവില്ലേ പോകുന്നുണ്ടാവുക, അവിടെയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവളുടെ സ്വഭാവം ഉണ്ടാവുക. അപ്പോൾ അതായിരിക്കും, അല്ലാതെ അയാൾ നല്ലതന്നെ തോന്നുന്നുണ്ട്, അയാളെ കൊണ്ട് ഒരു കുഴപ്പം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പറയുന്ന രീതിയിൽ പറയുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെൺകുട്ടിയേക്കാൾ ഉപരി, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരേക്കാൾ ഉപരി ഈ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഈ ബന്ധുക്കൾക്കായിരിക്കും ഈ ഭർത്താവിനെ കുറിച്ചും ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ അറിയാം. കാരണം അവർ സ്വയം അങ്ങോട്ട് നിഗമനം കണ്ടെത്തുകയാണ് അല്ലേ. അപ്പോൾ അത്രയും നല്ല സ്വഭാവമുള്ള വ്യക്തിയാണ്, ആ വ്യക്തിനെ ഇട്ടിട്ട് അവൾ വന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മാത്രമല്ല, ഈ നാട്ടുകാർക്കും ഈ ബന്ധുക്കൾക്കും അവർ ചിലവിന് കൊടുത്തിട്ടാണ് ഈ കുട്ടി ജീവിക്കുന്നത് എന്ന രീതിയിലാണ്. പിന്നെ വീട്ടുകാർക്കാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ആങ്ങളമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരായിക്കോട്ടെ ഈ ആങ്ങളയോട് ഇതിങ്ങനെ ഓരോന്നും ഈ സഹോദരിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എത്രയായാലും കുറേയൊക്കെ നമ്മൾ വേണ്ട കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടന്നാലും ആ ആങ്ങളയ്ക്കും കുറേ കഴിഞ്ഞ് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റേതായ വിഷമങ്ങൾ, ചിലപ്പോൾ ആ ഒരു ദേഷ്യം എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ട് പറയുമ്പോൾ നമ്മൾ സഹോദരിയോട് ചിലപ്പോൾ ദേഷ്യപ്പെടും. അപ്പോൾ സഹോദരി വിചാരിക്കും എനിക്ക് ആരുമില്ല, ഞാനിങ്ങനെ വന്ന് നിന്നുകൊണ്ടല്ലേ ഇങ്ങനെ ദേഷ്യപ്പെടണം വിചാരിക്കും. അച്ഛന് ആർക്കും ആ സഹോദരിയോട് ചിലപ്പോൾ ദേഷ്യമൊന്നും ഉണ്ടാവില്ല, ഈ ആങ്ങളൊക്കെ അമ്മയ്ക്കായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ. പക്ഷേ ജീവിത സാഹചര്യങ്ങളായതുകൊണ്ട് ഓരോരുത്തരും അങ്ങനെ പൊരുതി ഇതായതാവും കേട്ടോ. അതുപോലെ തന്നെ ഈ സഹോദരീനെ ഭർത്തൃ വീട്ടിൽ നിന്ന് നീ ഇങ്ങോട്ട് പോകണോ, ഞങ്ങൾ നോക്കിക്കോളാം, നിനക്ക് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സഹോദരനും അമ്മയും അച്ഛനും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ചിലപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഈ കുട്ടിയോട് വന്ന് നിൽക്കുമ്പോൾ ഒന്നും മിണ്ടില്ല. അത് കഴിഞ്ഞാൽ ചോദിക്കും, മോള് വന്നിട്ട് പോയിട്ടില്ലേ, ഇവിടെ തന്നെയാണോ, എന്താ വല്ല പ്രശ്നമുണ്ടോ. അപ്പോഴും ഈ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഈ ബന്ധുക്കൾക്കാണ് വിഷമം. അവർ ചിലവിന് കൊടുത്തിട്ട് ഈ കുട്ടീനെ നോക്കണ പോലെയാണല്ലേ. അപ്പോൾ ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ ജീവിതത്തിൽ നേരിടുന്ന ദുരനുഭവങ്ങളെ അത്രയും സഹിക്കാൻ പറ്റാതെ ആയിട്ടാണ് ഒരു വിവാഹ ജീവിതം വേണ്ടാന്ന് വെച്ച്, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനെയും മക്കളെയും കൊണ്ടിട്ട് തൻ്റെ ഭർത്താവും ഭർത്തൃ വീടിനെ ഉപേക്ഷിച്ച് വരുന്നത്. നമ്മുടെ വീട്ടിലത്തെ അവസ്ഥകളും ചിലപ്പോൾ ബുദ്ധിമുട്ടുകളായിരിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ നമുക്ക് നാണക്കേട് ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിലും എല്ലാം ചിന്തിച്ചിട്ടായിരിക്കും ഒരു പരിധി വരെ പിടിച്ചു നിന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കാം ആ കുട്ടി തീരുമാനം ആത്മഹത്യയെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും അവരാ കുട്ടീനെ കൊണ്ടുവന്നും അവരെ നന്നായി നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും ഈ നാട്ടുകാർക്കും ബന്ധുക്കൾക്കായിരിക്കും വിഷമം. അപ്പോൾ ഒരു ഡൈവേഴ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. അതെന്താ സത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കണില്ല. പക്ഷെ ഓരോരുത്തരും അങ്ങനെ ഓരോ പെൺകുട്ടിയുടെയും ജീവിതം നഷ്ടപ്പെടുമ്പോൾ അയ്യോ ആ കുട്ടിക്ക് അങ്ങനെ ജീവിതം ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അവനവൻ്റെ വീട്ടിൽ വന്ന് നിൽക്കായിരുന്നില്ലേ, ഇങ്ങനെ പറയുന്നവരുണ്ടായിരിക്കും. പക്ഷേ വന്ന് നിൽക്കുമ്പോൾ ഈ രീതിയിലുള്ള കുത്തലുകൾ ഒരുപാട് ആ കുട്ടിക്ക് സഹിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഡൈവേഴ്സായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ ഈ ദുരനുഭവങ്ങൾ ഒരുപാട് അവർ അനുഭവിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കാം കേട്ടോ.
അപ്പോൾ അതെനിക്ക് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് വിചാരിച്ചു. ഞാൻ പറയട്ടെ, കുടുംബത്തിൻ്റെ അഭിമാനം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായി ഇനി ഞാൻ എങ്ങനെ വീട്ടിൽ പോയി നിൽക്കും, അല്ലെങ്കിൽ നീ അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിലും നീ ജീവിക്കുക, നീ അങ്ങനെ ബുദ്ധിമുട്ട് സഹിക്കുക, ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്ന അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ ആ മകളുടെ അവരങ്ങനെയൊക്കെ ചിന്തിച്ച് അവിടെ തന്നെ കഴിച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അങ്ങനെ നമ്മുടെ കുട്ടികളെ തന്നെ നമ്മൾ കാരണമില്ലാതെയും കാരണമുണ്ടായിട്ടും ചീത്ത പറയുന്നൊരു സാഹചര്യം കൂടി വരും. കാരണം ഈ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ കൊണ്ട് ആ കുട്ടികളെ ചിലപ്പോൾ അടിക്കുക, ദ്രോഹിക്കുക, ചീത്ത പറയുകയൊക്കെ ചെയ്യും. കുട്ടികളോടുള്ള വൈരാഗ്യം കൊണ്ടല്ല കേട്ടോ, നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ കൊണ്ടാണത്. അപ്പോൾ അതിനേക്കാൾ ഉപരിയും അതിനേക്കാളൊക്കെ നല്ലത് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുക. ഇനി നമുക്ക് ചെറിയൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു വാടക വീട് എടുത്തിട്ടായാലും നിന്ന് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ മക്കളെ നോക്കി ജീവിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ, ഈ ചെവി കൂടെ കേട്ടോ, ആ ചെവി കൂടെ വിടുക. എത്ര നല്ലവരെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നന്നായി ചിരിക്കും, സംസാരിക്കും ചെയ്യും. നമ്മൾ മാറി നിന്ന് നമ്മളെ കുറ്റം പറയുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് ഇതുള്ളൂ കേട്ടോ. പിന്നെ ഒരാളുടെ ചിലവിൽ നമ്മൾ ജീവിക്കുന്നില്ല, നമ്മുടെ അച്ഛനമ്മമാരുടെ ചിലവിൽ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ്റെ ചിലവിൽ, അല്ലെങ്കിൽ നമ്മൾ സ്വയം അധ്വാനിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അത് മാത്രം ചിന്തിക്കുക, നമ്മുടെ മക്കളുടെ നല്ലതിന് മാത്രം ചിന്തിക്കുക. നമ്മുടെ മക്കൾ, ഒരു സിംഗിൾ പാരൻറ്റ് നന്നായിട്ട് മക്കളെ വളർത്താനായിട്ട് കഴിയും. അങ്ങനെ മക്കളെ വളർത്തിയിട്ട് വലിയ ഇംഗ്ലീഷ് മീഡിയം കാര്യങ്ങളൊന്നും പഠിപ്പിച്ചില്ലെങ്കിലും സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പോയി കഴിഞ്ഞാലും ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടും. അങ്ങനെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അപ്പോൾ തൻ്റെ ഒരു ജീവിതം കളഞ്ഞ് തൻ്റെ മക്കളെ അനാഥമാക്കിക്കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പരിധി വരെ നമ്മൾ ഒരാളെയും മൈൻഡ് ചെയ്യാതെ നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക, കഴിയുന്നതും ആരെയും ദ്രോഹിക്കാതെ നമ്മൾ ജീവിച്ച് നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ ജീവിക്കുക. പിന്നെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അത് ആർക്കും ആഗ്രഹമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ജീവിതം അങ്ങനെയാണെങ്കിൽ, നമ്മുടെ യോഗം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ സംഭവിക്കണമെങ്കിൽ നമ്മൾ ഒരാളെയും കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് വെച്ചത് നമ്മൾ വിധിച്ചത് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് പങ്കുവച്ചതാണ്. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.